എക്സൽ ആയിക്കോട്ടെ ഗൂഗിൾ ഷീറ്റ്സ് ആയിക്കോട്ടെ ഡേറ്റ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഗൂഗിൾ ഷീറ്റ്സിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന 2 വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്നാമത്തേത് ഒരു ടൂളും രണ്ടാമത്തേത് ഒരു ഫോർമുലയുമാണ്. ഇന്ത്യയിലെ ചില നഗരങ്ങളുടെ പേരുകളാണ് ഈ ലിസ്റ്റിലുള്ളത്. സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ചില പേരുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം. ഇനി ഈ ലിസ്റ്റിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെയാണ് ഒഴിവാക്കുന്നത് നോക്കാം. അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂസ് എങ്ങനെയാണ് ഒഴിവാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഈ ഡേറ്റയുടെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാണ്. ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യാനായിട്ട് Ctrl+C, കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, Ctrl+V. ഇനി ഈ ലിസ്റ്റിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവുക, ഡേറ്റ ക്ലീനപ്പ്, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. നോക്കുക, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. 13 rows and 1 column സെലക്റ്റഡ്. അതായത് 13 വരികളും ഒരു കോളവും സെലക്ട് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയ്ക്ക് കോളം ഹെഡർ ഉണ്ടെങ്കിൽ ഡേറ്റ ഹാസ് ഹെഡർ എന്ന ഈ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയ്ക്ക് സിറ്റി എന്നൊരു കോളം ഹെഡർ ഉണ്ട്. അതുകൊണ്ട് ഈ ചെക്ക് ബോക്സ് ഞാൻ മാർക്ക് ചെയ്യുന്നു. നോക്കുക, കോളം ഇക്ക് നേരെ സിറ്റി എന്ന കോളം ഹെഡർ വന്നാൽ കാണാം. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 5 ഡ്യൂപ്ലിക്കേറ്റ് റോസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്. അതായത് 5 വരികളിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരുന്നു, അവ ഒഴിവാക്കപ്പെട്ടു. 7 യൂണീക്ക് റോസ് റിമെയിൻ. ഓക്കെ. നോക്കുക, നമ്മളുടെ ഒറിജിനൽ ലിസ്റ്റിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിയ ശേഷമുള്ള ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ കോളങ്ങളുള്ള ഡേറ്റയിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെയാണ് ഒഴിവാക്കുന്നത് നോക്കാം. തൊട്ട് മുന്നത്തെ പോലെ ഈ ഡേറ്റാ സെറ്റിലും ചില റെക്കോർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം. ഇനി ഈ ടേബിളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവുക, ഡേറ്റ ക്ലീനപ്പ്, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. നോക്കുക, 16 rows and 4 columns സെലക്റ്റഡ്. നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയ്ക്ക് കോളം ഹെഡറുകളുണ്ട്. സോ ഈ ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുന്നു. നോക്കുക, ഓരോ കോളത്തിനും നേരെ കറസ്പോണ്ടിങ് കോളം ഹെഡർ വന്നാൽ കാണാം. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. 8 ഡ്യൂപ്ലിക്കേറ്റ് റോസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്. 7 യൂണീക്ക് റോസ് റിമെയിൻ. ഓക്കെ. ഇനി ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ്. നേരത്തെ കണ്ട അതേ ലിസ്റ്റ് തന്നെയാണ് ഈ കാണുന്നത്. ഇനി ഈ ലിസ്റ്റിന് മാറ്റമൊന്നും വരുത്താതെ ഈ ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ യുണീക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, യുണീക്ക് ഫംഗ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. യുണീക്ക് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. കോളം ഹെഡർ ഉൾപ്പെടെയാണ് ലിസ്റ്റ് വേണ്ടതെങ്കിൽ കോളം ഹെഡർ ഉൾപ്പെടെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ ലിസ്റ്റിലെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതോടൊപ്പം യുണീക്ക് ഫംഗ്ഷൻ്റെ മറ്റൊരു ഉപയോഗം നോക്കാം. ഈ ലിസ്റ്റിൽ ഒരൊറ്റ തവണ മാത്രം വരുന്ന പേരുകൾ കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ, വീണ്ടും യുണീക്ക് ഫംഗ്ഷൻ. നോക്കുക, യുണീക്ക് ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് വാല്യൂ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് എക്സാക്ട്ലി വൺസ്, ഇവിടെ ട്രൂ എന്ന് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ ലിസ്റ്റിൽ ഒരൊറ്റ തവണ മാത്രം വരുന്ന പേരുകളാണ് ഈ കാണുന്നത്. ഒന്നിലധികം കോളങ്ങളുള്ള ഡേറ്റയിലും യുണീക്ക് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ കാണുന്ന ടേബിളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാനായിട്ട് ഈക്വൽ യുണീക്ക്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ ടേബിളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് ഈ ടേബിളിൻ്റെ ഒരു കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഒഴിവാക്കേണ്ട, കണ്ടെത്തിയാൽ മാത്രം മതിയെങ്കിൽ അഥവാ ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ടൂളാണ്. ഗൂഗിൾ ഷീറ്റ്സിലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.